ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സസ്പെൻഷനായി ലീവിൽ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ ലീവ് കൊടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചുകൊണ്ട്, എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സ്പെഷ്യൽ ട്രിബ്യൂണൽ സഭാ കോടതി ഇങ്ങനെ വിധിന്യായത്തിലെഴുതി. ഈ ജൂലൈ 31 2025 ജൂലൈ 31 പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ 4ാമത്തെ ഖണ്ഡം 3ാമത്തെ വകുപ്പ് 4(3) ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാനോൻ നിയമത്തെയും ഈ കോടതിയുടെ ഉത്തരവിനെയും പച്ചയ്ക്ക് ലംഘിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ മേജർ ആർച്ച് വികാരി മെത്രാപ്പോലിത്ത മാർ ജോസഫ് പാംബ്ലാനി ഫാദർ വർഗീസ് മണവാളന് മെഡിക്കൽ ലീവ് കൊടുത്തു. ഇത് അധികാര ദുർവിനിയോഗമാണ്, അന്യായമാണ്, കോടതി അലക്ഷ്യമാണ്. അതിനാൽ അത് പിൻവലിക്കണം. മാത്രമല്ല, പിൻവലിച്ചുവെന്ന് വികാരി മെത്രാപ്പോലിത്തയോ മേജർ ആർച്ച് ബിഷപ്പോ പ്രൊമോട്ടർ ജസ്റ്റിസിലൂടെ എത്രയും പെട്ടെന്ന് കാലവിളംബം വരുത്താതെ ഈ കോടതിയെ അറിയിക്കണം. ഞാൻ കോടതിയുടെ തന്നെ വാക്കുകൾ എടുത്ത് പറയട്ടെ. ഇൻ ബ്ലേറ്റന്റ് വയലേഷൻ ഓഫ് കാനൻ ലോ and the order of this tribunal, the vicar of the major archbishop, Mar Joseph Pamblani, has granted Father Varghese Manavalan medical leave. എന്നിട്ട് ആശ്ചര്യജനായിട്ടിരിക്കുന്ന കേട്ടോ കോടതി. സസ്പെൻഷനിലായിട്ട് ഇരിക്കുന്ന ഒരാൾ, സസ്പെൻഷനിൽ ഇരിക്കുകയാണ് ഒരാൾ അല്ലേ, ലീവ്, സസ്പെൻഷനായി ലീവിലാണ്, അയാൾക്ക് എങ്ങനെയാണ് മെഡിക്കൽ ലീവ് കൊടുക്കുക? അപ്പോൾ ഒരു ആശ്ചര്യജനായിട്ടിരിക്കുക കോടതി. ഇതെങ്ങനെ സംഭവിക്കും? ദിസ് ഈസ് അൾട്രാ വയേഴ്സ് എന്ന് വെച്ചാൽ അധികാരം ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുക, അധികാരം ദുർവിനിയോഗിക്കുക. ആൻഡ് അൺലോഫുൾ ആൻഡ് ഇൻഡീഡ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് hence must be revoked and this tribunal must be intimated of that by the vicar of the major archbishop or his beatitude himself through the promoter of justice most expeditiously. In blatant violation of canon law and the order of this tribunal, the vicar of the major archbishop has granted Father Varghese Manavalan medical leave. This is ultra vires and unlawful and indeed contempt of court, and hence must be revoked. And this tribunal must be intimated of that by the vicar of the major archbishop or by his beatitude himself through the promoter of justice most expeditiously. കാനോൻ നിയമത്തെയും ഈ കോടതിയുടെ ഉത്തരവിനെയും പച്ചയ്ക്ക് ലംഘിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മെത്രാപ്പോലിത്ത മാർ ജോസഫ് പാംബ്ലാനി ഫാദർ വർഗീസ് മണവാളിന് മെഡിക്കൽ ലീവ് കൊടുത്തിരിക്കുന്നു. ഇത് അധികാര ദുർവിനിയോഗമാണ്, അന്യായമാണ്, കോടതി അലക്ഷ്യമാണ്. അതിനാൽ അത് പിൻവലിച്ചിരിക്കണം. മാത്രമല്ല, പിൻവലിച്ചുവെന്ന് വികാരി മെത്രാപ്പോലിത്തയോ മേജർ ആർച്ച് ബിഷപ്പോ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിലൂടെ എത്രയും പെട്ടെന്ന് കാലവിളംബം കൂടാതെ ഈ കോടതിയെ അറിയിക്കണം. വളരെ ശക്തമായ ഒരു കോടതി വിധിയാണിത്. തുടർന്ന് അതേ ഖണ്ഡത്തിൽ പറയുന്നു, മേജർ ആർച്ച് ബിഷപ്പ് ഒരു കാര്യം അറിയണം. മറ്റൊരാളിലൂടെ പ്രവർത്തിക്കുമ്പോൾ താങ്കൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. റേഗുല യൂരിസ് 72. മാർ ജോസഫ് പാംബ്ലാനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയുടെ അധികാരമേ ഉള്ളൂ. അദ്ദേഹം അതിൻ്റെ പ്രോട്ടസെഞ്ചുലസ് ആണല്ലോ. ശരിയായ അധികാരം മേജർ ആർച്ച് ബിഷപ്പിനാണ്. അതിനാൽ പാംബ്ലാനി എടുക്കുന്ന തെറ്റോ ശരിയോ, ന്യായമോ അന്യായമോ ആയ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനാണ്. അതിനാൽ മേജർ ആർച്ച് ബിഷപ്പ് മോണിറ്റർ ചെയ്യണമെന്നും മേൽനോട്ടം വഹിക്കണമെന്നുള്ളതും അനിവാര്യമാണ്. മാത്രമല്ല, തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലും അതിരൂപതയുടെ ഭരണത്തിലും ഉൾച്ചേരുകയും വേണം. കോടതിയുടെ അതേ വാക്കുകൾ ഞാൻ പറയാണ്. ഹിസ് ബെയാറ്റിറ്റ്യൂഡ് മസ്റ്റ് റിമെമ്പർ ദ മാക്സിം who acts through another is considered to have acted by himself. Regula Juris 72. Mar Joseph Pamblani has only vicariate power in the Archeparchy of Ernakulam Angamali, and he is the protus angelus. The proper power is exercised by his beatitude Mar Raphael Tattil himself for the Archeparchy of Ernakulam Angamali. Hence, the legal responsibility of whatever decision, good or bad, lawful or unlawful, taken by his grace Archbishop Mar Joseph Pamblani will fall upon his beatitude too. Hence it is imperative that the major archbishop himself may monitor and supervise as far as possible
involved in the decision making and governing process of the Archieparchy of എറണാകുളം അങ്കമാലി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഒരു കാര്യം അറിയണം. അദ്ദേഹം അറിയാത്തതാണ് പ്രശ്നം. എന്താണ്? മറ്റൊരാളിൽ പ്രവർത്തിക്കുമ്പോൾ താങ്കൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് റെഗുലർ യൂരിസ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് 72 വകുപ്പിൽ കിടപ്പുണ്ട്. മാർ ജോസഫ് പാംപ്ലാനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയുടെ അധികാരമേ ഉള്ളൂ. അദ്ദേഹം പ്രോട്ടസ്റ്റന്റ് മാത്രമാണ്. വികാരിയുടെ അധികാരമേ അദ്ദേഹത്തിനുള്ളൂ. ശരിയായ അധികാരി മേജർ ആർച്ച് ബിഷപ്പാണ്. അതിനാൽ പാംപ്ലാനി എടുക്കുന്ന തെറ്റോ ശരിയോ ന്യായമോ അന്യായമോ ആയ തീരുമാനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിൽ വന്നു ചേരും. ഇത് മേജർ ആർച്ച് ബിഷപ്പ് തിരിച്ചറിയണം. ഒരുപക്ഷെ പാംപ്ലാനി പിതാവ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിന്റെ മേൽ ഉത്തരവാദിത്വം വരില്ലെന്നും അതെല്ലാം തട്ടിൽ പിതാവിന്റെ മേൽ വരുമെന്നും വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം ചെയ്യുന്നത്. അതിനാൽ കോടതി പറയാണ്, മേജർ ആർച്ച് ബിഷപ്പ് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യണം, മേൽനോട്ടം വഹിക്കണം. അത് അനിവാര്യമാണ്, ഇംപെരറ്റീവ്, മാറ്റിവെക്കാൻ പറ്റാത്തത്. മാത്രമല്ല തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലും അതിരൂപത ഭരണത്തിലും ഉൾച്ചേരണം. അവിടെ ഇവിടെ പോയി നടന്നാൽ പോരാ. സഭയുടെ മൊത്തം ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരി, പ്രോപ്പർ അധികാരി മേജർ ആർച്ച് ബിഷപ്പാണ്. ആ ഉത്തരവാദിത്തം ഉപയോഗിക്കാതെ കൈ കഴുകി മാറി നിൽക്കാൻ കഴിയില്ല. താൻ ഇരിക്കുന്നുണ്ടത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ കയറിയിരിക്കും. ചുരുക്കത്തിൽ പാംപ്ലാനിയെ കയറൂരി വിടരുത് എന്നാണ് കോടതി തട്ടിൽ പിതാവിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് മെത്രാൻ സിനഡിനോടും കൂടിയുള്ള ഒരു താക്കീതുമായിട്ട് കണക്കാക്കാം. നിങ്ങൾ ഒരാളെ ഏൽപ്പിച്ച് കയറൂരി വിട്ടാൽ സഭ മൊത്തത്തിൽ പ്രശ്നത്തിലാകുമെന്ന് കോടതി പറയാതെ പറയുകയാണ്. ഒരു സൂയി യൂരി സഭയുടെ തലവനെതിരെ ഒരു സഭാ കോടതി ഇത്രമാത്രം ഗൗരവമുള്ളൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു. അതും കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയുടെ തലവനെതിരെ, അദ്ദേഹത്തിന്റെ വികാരി മെത്രാപ്പൊലിത്തക്കെതിരെ. നോക്ക്, കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയുടെ തലവനെതിരെ സഭാ കോടതി വളരെ ഗൗരവമായ അദ്ദേഹത്തിനെതിരെ വിധിയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വികാരി മെത്രാപ്പൊലിത്തക്കെതിരെയും. ഈ വിധിയെക്കുറിച്ച്, സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ വിധിയെക്കുറിച്ച് റോമിൽ ആ വിധിയുടെ പകർപ്പ് കണ്ടപ്പോൾ റോമയിൽ നിന്നൊരു ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ സഭയെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അറപ്പാണ്. ഈ സഭയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ ഞങ്ങൾക്കിപ്പോൾ അറപ്പാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു സമുദായത്തിന് ഇതുപോലെ അധപതിക്കാൻ കഴിയുമോ? റോമയിൽ നിന്നുള്ള പ്രതികരണം ഞാൻ പറയുന്നത്, ഇത് ഈ സഭയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അറപ്പാണ്. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സമുദായത്തിന് ഇതുപോലെ അധപതിക്കാൻ കഴിയുമോ? കേരളത്തിലെ സകല മതസ്ഥരും സമുദായങ്ങളും നമ്മെ നോക്കി ചിരിച്ച് പരിഹസിച്ച് ചിരിക്കുകയാണ്. അപ്പോഴും ചില മെത്രാന്മാർ വിചാരിക്കുന്നത് അവരുടെ അരപ്പട്ടിയും തൊപ്പിയും കണ്ടിട്ട് ചിരിക്കുകയാണെന്നാണ്. അതിനുള്ള ആദരവ് കൊണ്ട് ചിരിക്കുകയാണെന്നാണ്. പരിഹാസച്ചിരിയും മറ്റു ചിരിയും തിരിച്ചറിയാൻ പോലും അറിയാത്തവരാണ് ഈ തലപ്പത്തിരിക്കുന്നത്. ഈ മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് തെസ്സലോനിക്കക്കാരോട് പറഞ്ഞ പൗലോസ് ലേഖനത്തിന് സമാപനത്തിൽ ഇങ്ങനെ കുറിക്കുന്നുണ്ട്: സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളെന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ്, സിൽവാനോസ്, തിമോഥെയോസ്. അപ്പോൾ പൗലോസ് അല്ലേ, കർത്താവ് വിളിച്ച ഒരു അപ്പസ്തോലനാണ്, 12 പേരിൽ ഒരാളല്ലെങ്കിൽ പോലും. സിൽവാനോസ്, തിമോഥെയോസിനും ഒക്കെ മെത്രാന്മാരും സഭയിലെ നേതൃത്വത്തിലിരിക്കുന്നവരാണ്. അപ്പോൾ അപ്പസ്തോലന്മാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണ ഒരു സിനഡിന് മുമ്പൊക്കെ പ്രാർത്ഥിക്കാൻ പറയും, ഈ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയും. വാസ്തവത്തിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് സിനഡിന് വേണ്ടിയല്ല, മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഈ ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഒരു വേദിയായി മെത്രാന്മാർ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരിൽ പരിശുദ്ധ റൂഹ പ്രവർത്തിക്കണമെങ്കിൽ അവർ മാനസാന്തരം വരണം, അല്ലെങ്കിൽ പരിശുദ്ധ റൂഹായി ഉമ്മർ തിരുത്തേണ്ടി വരും. കാരണം വളരെ ഗൗരവമായ പാപത്തിലാണ് ഈ മെത്രാന്മാരിൽ ചിലർ, വളരെ വളരെ ഗൗരവമായ പാപത്തിൽ. ഞാൻ ചിലത് മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് അവർ മാരകമായ പാപത്തിലാണ്, പാപാവസ്ഥയിലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല.
പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് മാനസാന്തരം വേണം. അപ്പോൾ ഓഗസ്റ്റ് 17 മറ്റോ അവർ ഒരു ചെറിയ ധ്യാനത്തോടു കൂടിയാണ് തുടങ്ങുന്നതെങ്കിൽ നല്ല അച്ഛന്മാരെ കൊണ്ടുവന്ന് കുമ്പസാരിപ്പിക്കണം ഈ മെത്രാന്മാരെ. കാരണം അത്രയും വലിയ മാരകമായ പാപാവസ്ഥയിലാണ്. ചിലത് മാത്രം, എല്ലാ മെത്രന്മാരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരും ഈ തെറ്റിന് പങ്കാളികളാകും. കാനോൺ നിയമം പ്രകടമായി ലംഘിച്ചിരിക്കുന്നു. ബ്ലേറ്റന്റ് വയലേഷൻ ഓഫ് കാനൺ ലോ. ആ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കറിയോ? ബ്ലേറ്റന്റ് വയലേഷൻ ഓഫ് കാനൺ ലോ. മുമ്പത്തെ വിധിയിൽ പറഞ്ഞത് ഗ്രോസ് വയലേഷൻ ഓഫ് കാനൺ ലോ എന്നാണ്. കാനൺ നിയമത്തിന്റെ ഗൗരവമായ ലംഘനം. ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ബ്ലേറ്റന്റ് വയലേഷൻ ഓഫ് കാനൺ ലോ. ഈ കാനൺ ലോ എന്ന് പറയുന്നത് ദൈവപ്രമാണങ്ങളിലും തിരുവചനങ്ങളിലും അടിസ്ഥാനമിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. കാനൺ ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നതല്ല. തിരുവചനങ്ങളിലുള്ളത്, അതുപോലെ ദൈവകൽപ്പനകളിലുള്ളത്, അതിൻ്റെ ഇല്ലേ അവിടെ ഒരു അത്ര വ്യക്തമല്ലാത്തത് വ്യക്തമാക്കിയിരിക്കുന്നതാണ് കാനൺ ലോ. അപ്പോൾ ദൈവപ്രമാണങ്ങളുടെ ലംഘനവും തിരുവചനങ്ങളുടെ ലംഘനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കാനോൻ നിയമത്തിന്റെ ലംഘനവും കിടക്കുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകടമായി ഗൗരവമായി ലംഘിച്ചിരിക്കുന്നു. മെത്രാന്മാരെ, സഭയുടെ തലവനും വികാരി മെത്രാപ്പൊലീത്തയും പിന്നെ അവർ തിരുത്താത്ത മെത്രാന്മാരും അവരുടെ പാപത്തിൽ പങ്കാളികളല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. കോടതി അലക്ഷ്യം ചെയ്തിരിക്കുന്നു. ചെയ്യരുതെന്ന് പറഞ്ഞത് കോടതി ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്തിരിക്കുന്നു. കോടതി അലക്ഷ്യം, അന്യായം ചെയ്തിരിക്കുന്നു. ദിസ് അൺലോഫുൾ, നിയമത്തിനെതിരെ ചെയ്തിരിക്കുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിരിക്കുന്നു, അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചിരിക്കുന്നു, ഉള്ള അധികാരം തന്നെ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് കൂദാശ വിലക്കുള്ള വൈദികരെ കൂദാശയെ അർപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് പുതിയ നിയമനം നൽകിയിരിക്കുന്നു. കൂദാശ വിലക്കുള്ള വൈദികർക്കേ കൂദാശ വിലക്കിൻ്റെ കാര്യങ്ങളൊന്നും തീർക്കാതെ പുതിയ പ്രൊമോഷൻ കൊടുത്ത് നിയമനം നൽകിയിരിക്കുന്നു. എന്തൊരു മാരകമായ സ്ഥിതിയാണിത്. ഇതുകൊണ്ടാണ് റോമ പറഞ്ഞത് അറപ്പാണ് നിങ്ങൾക്കെക്കുറിച്ച്, നിങ്ങളുടെ സഭയെക്കുറിച്ച് ഞങ്ങൾക്ക് അറപ്പാണ്. ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ സഭ ചെയ്യുന്നത്, ഒരു സമുദായം ചെയ്യാത്തത്. കൂദാശ വിലക്കുള്ള വൈദികരെ കുർബാന അർപ്പിക്കാൻ അനുവദിച്ചിരിക്കുന്നു. കൂദാശ വിലക്കുള്ള വൈദികരെ കുമ്പസാരം കേൾക്കാൻ അനുവദിച്ചിരിക്കുന്നു. അവർ കുമ്പസാരം കേൾക്കുന്നു. അൽമായൻ ഉൾപ്പെട്ടിട്ട് കുർബാന ചൊല്ലുന്ന പോലെ, അൽമായൻ ഉൾപ്പെട്ടിട്ട് കുമ്പസാരം കേൾക്കുന്ന പോലെ. അതാണ്, അങ്ങനെയാണ്. സസ്പെൻഷനിലായാൽ അങ്ങനെയാണ് അർത്ഥം. കുർബാനയെ പരസ്യമായി അവഹേളിച്ച് ദൈവനിന്ദ ചെയ്തവരെ മെത്രാന്മാർ സംരക്ഷിക്കുന്നു. കുർബാനയെ പരസ്യമായി അവഹേളിച്ച് ദൈവനിന്ദ ചെയ്തവരെ മെത്രാന്മാർ സംരക്ഷിക്കുന്നു. കൂരിയായിലൂടെ, ഇപ്പോഴത്തെ കൂരിയായിലൂടെ. സഭയുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലീസിലും കോടതിയിലും കേസ് കൊടുത്ത് സഭയെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായി ജനാഭിമുഖ കുർബാന നടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ഏകീകൃത കുർബാന നടപ്പാക്കിയ പള്ളികളിൽ പോലും ജനാഭിമുഖ കുർബാന കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ മാർപ്പാപ്പയ്ക്കെതിരെയും മെത്രാൻ സിനഡിനെതിരെയും തെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ മാരകപാപങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തന്നെ. വിശ്വാസത്തിനെതിരെ, ഞാൻ അതേക്കുറിച്ച് റോമിൻ്റെ മറ്റൊരു പ്രതികരണം കൂടി ഉണ്ട്, അത് ഞാൻ നാളെ പറയാം. എല്ലാം കൂടി ഇന്ന് കേൾക്കണ്ട. ഇനി ഇങ്ങനെ കൂദാശ വിലക്കുള്ള വൈദികർ, മാർപ്പാപ്പയ്ക്കെതിരെ പാപം ചെയ്യുന്ന വൈദികർ, പിന്നെ കൂദാശ വിലക്കുള്ള വൈദികർ അർപ്പിച്ച കുർബാന, അവരെടുത്ത് കുമ്പസാരിച്ച ആളുകൾ നമ്മുടെ ഈ മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കരുത്. ഞാൻ പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് സപ്തദിന ജാഗരണം. 7 ദിവസമുണ്ട് നമുക്ക്. അതായത് 11, 12, 13, 14, 15, 16, 17, 7 ദിവസം. 7 ദിവസം സപ്തദിനം. ഈ സപ്തദിനം നമ്മളൊരു ജാഗരണ പ്രാർത്ഥന, ഈ മെത്രാൻ സിനഡിലെ മെത്രാന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരു സപ്തദിന ജാഗരണ പ്രാർത്ഥനയാണ്. ഈ ജാഗരണ പ്രാർത്ഥനയിൽ സത്യവിശ്വാസികളൊക്കെ പങ്കെടുക്കണം. പക്ഷേ ഈ കൂദാശ വിലക്കുള്ള വൈദികരുടെ കൂദാശകൾ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ പങ്കെടുക്കരുത്. കാരണം അവർ പാപത്തിലാണ്. അപ്പോൾ അവർ ജാഗരണത്തിൽ പങ്കെടുത്ത് അവർ കുമ്പസാരിച്ചതിന് ശേഷം വേണമെങ്കിൽ പങ്കെടുക്കാം. പക്ഷെ കുമ്പസാരിക്കുന്നത് സഭയുടെ കുർബാന അർപ്പിക്കുന്ന ആളുടെ അടുത്ത് വേണം കുമ്പസാരിക്കാൻ. അതായത് ഏതെങ്കിലും ഒരാൾ ലോഹിട്ട് വന്ന് കുമ്പസാരം കേട്ടാലും മതി, കുർബാന അർപ്പിച്ചാലും മതി എന്ന് വിചാരിക്കുന്നവർ കത്തോലിക്കരല്ല. പെന്തക്കോസ്തക്കാർ അതിനേക്കാൾ ഭേദമാണ്. ദൈവസഭക്കാരും സഭയിൽ നിന്ന് പുറത്തു പോയുള്ള അതിനേക്കാൾ ഭേദമാണ്. അതുകൊണ്ട് മാർപ്പാപ്പയ്ക്കെതിരെ നിൽക്കുന്നവർ, ഏകീകൃത കുർബാന ചൊല്ലാത്തവർ, കൂദാശ വിലക്കുള്ള അച്ഛന്മാർ കൂദാശകൾ അർപ്പിക്കുക, കുർബാന അർപ്പിക്കുക, കുമ്പസാരം കേൾക്കുക,
അങ്ങനെയുള്ളൊരു കൂട്ടുകൂടുന്ന ആളുകൾ ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കരുത്. പങ്കെടുക്കണമെങ്കിൽ അവർ കുമ്പസാരിച്ചതിന് ശേഷം വേണം പങ്കെടുക്കാൻ. കാരണം അവരും പാപാവസ്ഥയിലാണ്. അപ്പം കുമ്പസാരിക്കുമ്പോൾ ഈ കൂതാശ വിലക്കുള്ള ആളുകളുടെ അടുത്ത് മണവാളൻ്റെ അടുത്തൊക്കെ കുമ്പസാരിച്ചവരെ കുമ്പസാരം ശരിയല്ലല്ലോ. സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന് പറയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് സഭയുടെ താക്കോലല്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് പത്രോസിനെ കൊടുത്തിരിക്കുന്നത്, സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തുറക്കാനും അടയ്ക്കാനും ഉള്ളതാണ്. തുറക്കാനും അടയ്ക്കാനല്ലേ താക്കോല്. അപ്പോൾ ഒരാൾക്ക് കൂതാശകൾ അർപ്പിക്കാനുള്ള അധികാരം തുറന്ന് കൊടുക്കാനും അത് പൂട്ടി വെക്കാനും സഭയ്ക്ക് അധികാരമുണ്ട്. കാര്യം മനസ്സിലായ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഈശോമിശിഹ നേരിട്ട് ഏൽപ്പിച്ചത് പത്രോസിനും പിൻഗാമികൾക്കുമാണ്. അതുകൊണ്ട് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നതും അടയ്ക്കുന്നതും സഭയാണ്. അപ്പൊ സഭയാണ് നിശ്ചയിക്കുന്ന ഒരാൾ കുർബാന അർപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കൂതാശ വിലക്കുള്ള ഒരാള് അത് സഭ നിശ്ചയിച്ചിരിക്കുകയാണ്, അവനെ പൂട്ടി വെച്ചിരിക്കുക. അവനെ കൂതാശ അർപ്പിക്കാനുള്ള ആ അധികാരം പൂട്ടി വെച്ചിരിക്കുക. എന്നിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് കുമ്പസാരിക്കുക, അയാളുടെ അടുത്തിട്ട് അയാൾ അർപ്പിക്കുന്ന കൂതാശകൾ കാണുക. അതെല്ലാം അയാളുടെ പാപത്തിൽ പങ്കാളികളാകുകയാണ്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഇത് ബൈബിളിലുള്ള വാക്കാണ്, കർത്താവിന്റെ വാക്കുകളാണ്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം പറയണേ. അപ്പൊ ആ തിരുവചനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെന്ന് അർത്ഥം വരും. അത് ഭയങ്കര വലിയ തെറ്റാണ്. ആദിമസഭയിൽ 3 പാപങ്ങൾക്കാണ് രഹസ്യ കുമ്പസാരം ഉണ്ടായിരുന്നേ. വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ച, അപ്പോസ്റ്റസി, വ്യഭിചാരം, കൊലപാതകവും വ്യഭിചാരവും പോലെ ഗൗരവമായ തെറ്റാണ് വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ച. അൽമായരോടെ ഞാൻ പറയണേ, കൂതാശ വിലക്കുള്ള അച്ഛന്മാർ അവർ തെമ്മാടിത്തരം കാണിക്കുന്നു, അവർ കൂതാശകൾ അർപ്പിച്ചുകൊണ്ട്. പക്ഷെ അവരടുത്ത് കുമ്പസാരിക്കാൻ പോകുക, അവരടുത്ത് കുർബാനിൽ പങ്കെടുക്കുക. അപ്പോൾ നിങ്ങളും വിശ്വാസത്തിൽ നിന്ന് വീണിരിക്കുകയാണ്. അത് വ്യഭിചാരം, കൊലപാതകം പോലെ വളരെ ഗൗരവമായി തെറ്റാണ്. അതുകൊണ്ട് ഏകീകൃത കുർബാന ചൊല്ലുന്ന അച്ഛന്മാരുടെ അടുത്ത് പോയി കുമ്പസാരിച്ചതിന് ശേഷമേ ഈ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള സപ്തദിന ജാഗരണ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കാൻ പാടുള്ളൂ. പറ്റുന്നവരൊക്കെ അങ്ങനെ ഈ കുമ്പസാരിച്ച് സമയമൊക്കെ നിങ്ങൾ നിശ്ചയിക്കുക. ഈ 7 ദിവസം ഇപ്പം നമുക്ക് 15-ാം തീയതി വരെ നമുക്കൊരു ചെറിയ നോമ്പുണ്ട്, ശൂനായ നോമ്പുണ്ട്. അത് പലരും എടുത്തിട്ടുണ്ട്. ഇനി അതിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾ വെച്ചിട്ട് ഒരല്പനേരം ഈ മെത്രാന്മാരുടെ മാനസാന്തരത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 7 ദിവസം നിങ്ങൾ കുടുംബത്തിൽ ഒരുമിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടോ പൊതുവായിട്ടുള്ള ഒരു പൊതുവായിട്ടോ പ്രൈവറ്റായിട്ടോ ഒരു സപ്തദിന ജാഗരണ പ്രാർത്ഥന സമയം നിങ്ങൾ നിശ്ചയിക്കുക. എത്ര സമയം നിങ്ങൾ നിശ്ചയിക്കുക. ഉപവാസം വേണോ, തപസ് വേണോ, ഗ്രൂപ്പിൽ വേണോ, സ്വകാര്യമായിട്ട് വേണോ, അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. പക്ഷേ നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ സഭ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങളുടെ സഭയുടെ നേതാക്കന്മാരെക്കുറിച്ച്, മെത്രാന്മാരെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറപ്പാണ് എന്ന് പറയാൻ തക്ക വിധം നമ്മൾ അത്രയും മോശം സ്ഥിതിയിലാണ്. അത് വരുത്തിയിരിക്കുന്നത് ജനങ്ങളല്ല, നമ്മുടെ നേതാക്കന്മാരാണ്, സഭാ നേതൃത്വമാണ്. അതുകൊണ്ടാണ് അവരുടെ മാനസാന്തരത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ, വിശ്വാസം കൈവിടാതെ, മെത്രാന്മാരുടെ സ്നേഹം കൈവിടാതെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ മെത്രാൻ സിനഡിൽ തെറ്റ് തിരുത്താനുള്ള പ്രചോദനം അവർക്കുണ്ടാകാൻ, പരിശുദ്ധാത്മാവിനെ ഹൃദയം തുറന്നു കൊടുക്കാനുള്ള വിശാല മനസ്ഥിതി, എളിമ, വിനയം അവർക്കുണ്ടാകാൻ, തെറ്റുകൾ തിരിച്ചറിയാനും തിരുത്താനും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ 11 മുതൽ 17 വരെ പിന്നെ സിനഡിൻ്റെ സമയത്തൊക്കെ പ്രാർത്ഥിക്കണം. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു സപ്തദിന ജാഗരണ പ്രാർത്ഥന നടത്തണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യാണ്, അപേക്ഷിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇത് കണ്ട് മറ്റുള്ളവർക്കും മറ്റു ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് പറഞ്ഞ് അവരോടും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട്, പറ്റുമെങ്കിൽ സീറോ മലബാർ സഭയും മറ്റ് സഭകളൊക്കെ ഒരു പ്രാർത്ഥനയിൽ കൂടിയാൽ ഒരു പക്ഷേ ദൈവം നമുക്ക് വേണ്ടി വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.